ഹലോ, അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണെന്നറിയോ, ഒന്ന് എൻ്റെ ഒരു ദിവസത്തെ വ്ളോഗ് എടുക്കുകയാണ്. എന്താ രാവിലെ എണീറ്റ് എല്ലാം കഴിഞ്ഞ് ഇനി അടുക്കളയ്ക്ക് പോകാൻ നിൽക്കട്ടെ. എന്തൊക്കെ വിശേഷം? ഞാൻ രാവിലെ തന്നെ എൻ്റെ ഗ്ലാമർ വെക്കണേ എങ്ങനെയുണ്ടെന്ന്. കുഴപ്പമില്ല. നിങ്ങൾ എല്ലാവരും എന്താ ഇപ്പോൾ രാവിലെ തന്നെ ഗ്ലാമർ വെക്കണം? രാവിലെ നീച്ചേക്ക് എല്ലാ നിസ്കാരവും എല്ലാം കഴിഞ്ഞിട്ട് അടുക്കളയ്ക്ക് പോകാൻ നോക്കുമ്പോണ്ട് എന്തൊക്കെയെന്ന് പരിപാടി നോക്കാലോ വെച്ചിട്ടേ അങ്ങനെ നിൽക്കാൻ. എന്താ മുട്ടണമെന്നാണ് നിൽക്കണില്ലേ മകളിത്. പിന്നെ എന്തൊക്കെ നിങ്ങളെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖല്ലേ? അങ്ങനെ ഇതാ അടുക്കളയിലേക്ക് എത്തി. അടുക്കളയിലാക്കാൻ എന്തോ അവിടെ ഉണ്ടോ ചേട്ടു, അതാണ് ബാക്കൊക്കെ തിരിഞ്ഞ് നോക്കണേ. അങ്ങനെ ഇതാ അടുക്കളയ്ക്ക് വന്ന് വാതിലോർക്കാൻ നിൽക്കുകയാണ്. വാതിൽ തുറന്ന് പുറത്തൊക്കെ നല്ല മഴയാണ്, ഇരുട്ടാണേ. നേരത്തെ എണീറ്റപ്പോഴേ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അടുക്കളയ്ക്ക് എത്തി. വിറകൊക്കെ വാരി വെച്ചിരുന്ന് ഈ രാവിലെ നീക്കുമ്പോൾ ഭയങ്കര വിറക് ചിതുമ്പലുണ്ടാവില്ലല്ലേ, നമുക്ക് ഈ പെണ്ണുങ്ങൾക്കല്ലേ അറിയുള്ളൂ. അങ്ങനെ വിറകൊക്കെ വാരി വെച്ച് ഇതാക്കുന്ന എടുത്തിട്ട് നിൽക്കന്നെ, തീ കിട്ടണ്ടേ. എന്നിട്ട് എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോസ് ഫുള്ളായി കാണാൻ നോക്കുക. അങ്ങനെ ഓലക്കറി കത്തിക്കാൻ കൊണ്ടുപോകുന്നു. ഓലക്കറി ഉണ്ടെങ്കിൽ ഗ്യാസ്മേ കത്തിക്കണ്ട, ഗ്യാസ് ഇടക്ക് ഇല്ല. അപ്പോൾ ഗ്യാസ് വെക്കുമ്പോൾ ഗ്യാസുമേ കത്തിക്കൽ. അപ്പോൾ ഇത് എന്താ ഇങ്ങനെ കാട്ടുന്നത്? ഞാനിങ്ങനെ തന്നെ കാട്ടില്ലേ. ഗ്യാസ് ഇടക്ക് ഉണ്ടാവും, അത് എവിടെയെങ്കിലും കിടക്കാറില്ല. അങ്ങനെന്താ കത്തിച്ചാൻ കൊണ്ടുപോകല് എന്താ അല്ലേ? നിങ്ങളൊക്കെ ഇങ്ങനെ കാട്ടില്? ഞാൻ ഇന്ന ദിവസം ഇങ്ങനെ കാട്ടലുണ്ടോ? ഗ്യാസ്മേ കത്തിച്ചും കൊണ്ടേക്കും, എന്നിട്ട് അടുപ്പില വെക്കും, എന്നിട്ട് ചെറിയ ചെറിയ കൊള്ളികൾ അയക്കാടുത്ത്. എന്നാൽ പിന്നെ എന്നെ കത്തി പൊടിക്കൽ എളുപ്പം പൊട്ടിക്കുകയും ചെയ്യും, നല്ല സുഖമാണ്. അങ്ങനെ തീയൂട്ടിൽ കഴിഞ്ഞ് അതിന് ഉപ്പേരിക്കുള്ള നോക്കാൻ നിൽക്കണ്ട. കേബേജ് എടുത്ത് അങ്ങനെ കേബേജ് ഇനി ഉപ്പേരിക്ക് നോക്കണം. ഇന്നത്തെ കൂട്ടാൻ അങ്ങനെയായിരുന്നു, കേബേജ് ഉപ്പേരി ഉണ്ടായിരുന്നു. പിന്നെ എന്തെന്നാണ് പപ്പടം ഉണ്ടായിരുന്നു, കടലക്കറി ഉണ്ടായിരുന്നു. അങ്ങനെ ഉപ്പേരിയൊക്കെ നിൽക്കുന്നത്. നിങ്ങൾ കേബേജ് ഉപ്പേരിയൊക്കെ ഞങ്ങൾക്ക് വെക്കാൻ അറിയാം, എന്തിനാ വീഡിയോസ് എടുക്കുന്നത്? അപ്പം ഞാനെന്താ കരുതിയത്, ഒരു ദിവസത്തെ ബ്ലോഗല്ലേ, അപ്പം അങ്ങനെ എടുക്കുകയാണ്. അങ്ങനെ ചട്ടിയെടുത്ത് വെച്ച് എണ്ണയ്ക്ക് പറഞ്ഞ് കടുകിട്ട് ഇനി അതിന് ശേഷം കുഞ്ഞ് പച്ചമുളക് ഇടട്ടെ. ഈ കടുക് പൊട്ട് തെറിച്ച് നോക്കണേ, ടെട്ട 4 പുറം പോകുന്നുണ്ട്. ശേഷം പച്ചമുളക് ഇട്ട്, പച്ചമുളക് നല്ല എരിവുണ്ടെങ്കിൽ ഒന്നൊക്കെ ഇട്ടായിട്ടോ. ഞാൻ എരില്ലാന്ന് ചെയ്തിട്ട് 2-3 ഇട്ട്, കുഴപ്പമില്ല, കുറച്ച് നുള്ളി എരി എനിക്കധികമായിരിക്കും. അതിന് ശേഷം ഉപ്പിട്ട് ഉപ്പും മുളകും പാടൊന്ന് ജോയിൻ്റ് ആവും, ഇങ്ങനെ ചെയ്താൽ മതി. അതിന് ശേഷം നമുക്കിനി കേബേജൊക്കെ ഇടുക. ഇങ്ങനെ കേൾക്കുന്ന എന്താ ഈ പെണ്ണിന് എന്താ സുഖമില്ലേ എന്നല്ലേ, കേബേജ് ഉപ്പേരിയൊക്കെ ഇങ്ങനെ വീഡിയോസ് ഇട്ട്. ഞാനെന്താണെന്നറിയോ, ഒരു ദിവസത്തെ വ്ളോഗ് ഇട്ടാലെന്ന്. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല എൻ്റെ വീട്ടിൽ എന്തൊക്കെ നടക്കുന്നതെന്നൊക്കെ.
ഇങ്ങനെ തന്നെ ദിവസം നടക്കൽ. അതാ ഏശിതാ ഞങ്ങൾ ചായ കുടിക്കാൻ നിൽക്കുന്നതാ, ഞങ്ങളെ കുട്ടി ചായ കുടിച്ചിട്ട് നിൽക്കുന്നു. എനിക്ക് അംഗനവാടിയിൽ നിന്ന് കിട്ടിയ സമ്മാനമാണ് ആ പ്ലേറ്റ്. അതിന് എന്നോട് പറയുന്നത് ആദ്യം കസേര കളി കളിച്ചപ്പോൾ ഞാൻ ഓടിയില്ല, എന്താ ഇതിൻ്റെ ഇല്ല എന്താ പിന്നെ പറയാ, മഞ്ചാടിക്കുരു അത് പെറുക്കിയപ്പോൾ എനിക്ക് സമ്മാനം കിട്ടിയത്. അവനതാ പറയണത്. എനിക്ക് ഓണപരിപാടി ഉണ്ടാവില്ലേ, അതിൽ കിട്ടിയ സമ്മാനമാണ് അവൻ്റെ കയ്യിലിരിക്കുന്ന പ്ലേറ്റ്. അതിൽ അവന് മിച്ചർ തന്നെ രാവിലെ ചായ കുടിച്ചത്. അവൻ എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട്. ഇങ്ങനെയാണ് ഒരു ദിവസത്തെ എങ്ങനെ ഞാൻ പാടുള്ളത് ഒരു ദിവസം എടുത്ത് കാണിച്ചതിന് ശേഷം കുക്കറിലാണ് കടലക്കറിയാണ് അടുപ്പത്ത്. കടലയും ഉരുളങ്കിഴങ്ങും പാടെ കറി വെച്ച്. അതിന് ശേഷം ഞാൻ ചായ കുടിക്കാൻ കുത്തിരിക്കട്ടെ. ആദ്യം കുറച്ച് വെള്ളം കുടിക്കണം. ചായ കുടിക്കുന്നതിന് മുന്നേ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം. ഞാനൊന്നുമല്ല, അധികം ആൾക്കാരും കുടിക്കണ്ടാവില്ലേ, അപ്പോൾ ഞാനും കുടിച്ചാൽ എന്നിട്ടാണ് ചായ കുടിക്കുക. ചായ കുടിച്ചോ? ഇതെന്തൊക്കെയാണ് നിങ്ങളുടെ വീട്ടിൽ നാട്ടിൽ വിശേഷങ്ങൾ? മഴയൊക്കെ ഉണ്ടോ? അല്ലേ, കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണില്ലേ നമ്മുടെ നാട്ടിൽ. ഇവിടെ മിച്ചറും ചായയും കുടിക്കുക ഞാൻ. എന്താ ഓരോ എൻ്റെ പാത്രം കയ്യിൽ നിൽക്കണില്ല, എനിക്ക് സമ്മാനം കിട്ടിയതല്ലേ. എന്നോട് എന്തൊക്കെയാ പറഞ്ഞറിയാൻ ചോദിച്ചു എന്നോട്. അമ്മായിക്ക് എന്ത് പാത്രം തരുമോ വെച്ചു. എന്നോട് എന്താ പറഞ്ഞറിയാം, അമ്മായി അംഗനവാടി പോയി കളിച്ചോ, ഇന്ന് അമ്മായിക്കും ഇങ്ങനത്തെ പാത്രം കിട്ടും, അങ്ങനെ പറയുന്നു. എന്നോട് എന്തൊക്കെയാ പറയണ്ടേ. അങ്ങനെ തന്നെ നിങ്ങൾ പറയണ, അമ്മായിക്ക് തരൂല പാത്രം, അമ്മായി പെയ്ക്കോ, എന്താ എനിക്ക് അംഗനവാടിയിൽ നിന്ന് കളിച്ചിട്ടിട്ട പാത്രമാണ്, അതൊക്കെയാണ് പറയുന്നത്. അത് ആർക്കും തരുന്നില്ലല്ലോ. ഓൻ്റെ പാത്രത്തിൽ ഊനെടുക്കുന്ന ചായ കുടിച്ചിന്. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യും. അതിന് ശേഷം ഉപ്പേരി ഒന്നും പാടെ ഒന്ന് വേവിച്ചെടുത്ത് വെന്തൊക്കെ ഉണ്ടാ. അപ്പോൾ ഉമ്മക്ക് ചായ എന്ന് പറഞ്ഞിട്ട് ഉമ്മ അത് മാറ്റിയിട്ട് ഉമ്മക്ക് ചായ വെച്ചിരുന്നു. അങ്ങനെ പുറത്ത് നല്ല മഴയാണ്. എന്താ ഉഷാറിലും മഴ. അത് ഞങ്ങളെ വിറക് പേര തന്നെ. അപ്പോൾ അതിൽ ഫസ്റ്റ് ഞങ്ങൾക്ക് പോത്തുകളുണ്ടായിരുന്നു, പൈക്കളുണ്ടായിരുന്നു. എൻ്റെ ഉപ്പയൊക്കെ മരിച്ചതിൻ്റെ മുന്നേ. അതിന് ശേഷം പാത്രങ്ങൾ കഴുകാനുള്ളത് കഴുകി വെച്ച് പിന്നെ അരി ഇടുന്നുണ്ട്. അതിന് ചോറിന് അരി ഇടുക. അങ്ങനെ ചോറുംപാട് ആയിട്ട് കടയിലേക്ക് പോകാൻ അതിന് ശേഷം കറി അതിന് ശേഷം ഇനി ചമ്മന്തി അരക്കുള്ളത് നോക്കട്ടോ. ഇതിനുമാണ് എനിക്ക് ചമ്മന്തി. അപ്പോൾ ഞാൻ എന്താ കാട്ടിയെന്നറിയോ, ആദ്യം ചമ്മന്തി ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് രസം എണ്ണ ചൂടായിക്കണം നോക്കാൻ പാടില്ല, ഒരു പൊട്ട് പപ്പടം ഇട്ടത്. പപ്പടം കൊണ്ട് ചമ്മന്തി അരക്കട്ടെ. എനിക്കെന്താണെന്നറിയാം, എന്നേ ഇല്ലെങ്കിലും വേണ്ടില്ല, എന്തുണ്ടാകുമ്പോഴും എനിക്കൊരു കുറച്ച് എരി ചമ്മന്തിയോ അച്ചാറോ എന്തെങ്കിലും വേണം. അങ്ങനെ ചമ്മന്തി അരക്കാന്നതിന് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ വെച്ച് അതിലേക്ക് കുറച്ച് പപ്പടം ഇട്ടിട്ട് നമുക്ക് ചമ്മന്തി എടുക്കട്ടെ.
ഈ കൂറിനെന്താ തോന്നൊക്കെ പോന്നു തോന്നില്ല നിങ്ങൾക്ക്? കൂറിനില്ല, അവസാനം നോക്കിക്കൊണ്ടോ കരിഞ്ഞ് കഴിക്കും. അങ്ങനെ അതിക്ക് പിന്നെ എന്താ ചെറിയ ഉള്ളി, പച്ചമുളക്, തക്കാളി കൊമ്പാട് ഇട്ടിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഇങ്ങനെയൊക്കെ ചമ്മന്തി അരച്ചാൽ രസമുണ്ടാവും. ചിലവർക്ക് ഉണ്ടാവില്ലേ എന്തിനു വേണമെങ്കിൽ അച്ചാറോ ചമ്മന്തിയോ എന്തെങ്കിലും വേണ്ടി വരില്ലേ? ചിലവർക്കൊന്നല്ല, അധികം ആൾക്കാർക്ക് വേണ്ടി വരും അച്ചാറ് അല്ലെങ്കിൽ ചമ്മന്തി. ചെറിയ ചീനമുളകാണ് ശരിക്കും വേണ്ടത്. ഒന്നും വളരെ രസമുണ്ടാവും. അങ്ങനെ ആക്കായി ഞാൻ മിക്സിക്ക് എടുക്കാൻ പോകും കേട്ടോ. ആദ്യം രസം പുളിങ്ങട്ട്, എന്നിട്ട് തക്കാളി എല്ലാം പാടെ മിക്സിയിലിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇതെന്തുണ്ടായെന്നറിയോ? ആദ്യം ചെറിയ ജാറെടുത്തപ്പോൾ എന്താ അതിൻ്റെ ഇതായിട്ട് പറ്റില്ല. എന്നിട്ട് വലിയ ജാറിലാണ് പിന്നെ അരച്ചിട്ടാ. ആ കഴിഞ്ഞിട്ടാണ് ഓർമ്മ, പപ്പടം ഇട്ടിട്ടില്ലല്ലോ. എന്താട്ടി അവസാനം പപ്പടം ആയിക്കട്ടെ കുത്തിയ കൊടുത്തു. എന്നാൽ ജോയിൻ്റ് ആയി വരും, കുഴപ്പമുണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ഒരു മറവുണ്ട് എനിക്ക്, ഇടയ്ക്കിടയ്ക്ക് ഓരോ മറവി കഴിച്ചിട്ട് മറവ് രോഗമൊന്നുമില്ല കേട്ടോ. അങ്ങനെ അച്ചാർ ഒരു പാത്രത്തിലേക്ക് ആക്കിക്കണം. ആവശ്യം ഉണ്ടാകുമ്പോൾ എടുക്കാമായിരുന്നു. അങ്ങനെ ചമ്മന്തിയായി, കടലക്കറി നാത്തന്നെ വെച്ചിട്ടുണ്ട്. ഞാൻ അതിന് നിങ്ങൾ പറയരുത് എല്ലാം പാടെ ചെയ്തിട്ട് നോണ അറിയണമെന്ന്. അങ്ങനെ എൻ്റെ കുടി കഴിഞ്ഞ് ഇനി ചായ കുടിക്കാൻ നിൽക്കട്ടെ. കടലക്കറി ഉണ്ട്. എന്താ പറയുക, കിഴങ്ങ്, കടലക്കറിയും കിഴങ്ങും പാടെ ഇന്നത്തെ ദോശക്കുള്ള കറി. ദോശക്കല്ല, ഞാൻ സ്കൂൾക്ക് എന്ന് പറയുന്നത്. കടയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ കറീനെ കൊണ്ടുപോയിക്കട്ടെ. അങ്ങനത്തെ ചായ കുടിച്ചാൽ കടലക്കറിയും ദോശയും പാടെ കൂട്ടിയിട്ട് കുണ്ടപാത്രത്തിൽ ചായ കുടിക്കണം. ഇങ്ങനെ ചെയ്യലുണ്ട് കുണ്ടപാത്രത്തിൽ. അങ്ങനെ എല്ലാവരും ചെയ്യുക. ഇനി ചമ്മന്തി അരക്കുക. ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ വീട്ടിലെ വിശേഷങ്ങളാണെന്നാൽ. ഇന്നെന്താ, അടുത്ത വീഡിയോ കിടന്ന് എല്ലാവർക്കും ബൈ.